വെൽക്കം ടു ഗേറ്റ് 1 മിനിറ്റ് PYQ സീരീസ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്ട്രക്ചറൽ അനാലിസിസിൽ നിന്ന് മുൻപ് ഗേറ്റ് എക്സാമിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട്സ് എ ക്വസ്റ്റൻ? For the plain truss shown in the figure, the number of zero force members for the given loading is. നമുക്കറിയാം സീറോ ഫോഴ്സ് മെമ്പർ കോൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഗേറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. എങ്ങനെയാണ് ഇതിനകത്തുള്ള സീറോ ഫോഴ്സ് മെമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക? മെത്തഡ് ഓഫ് ജോയിൻസോ മെത്തഡ് ഓഫ് സെക്ഷനോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ചില കോൺസെപ്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് സീറോ ഫോഴ്സ് മെമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതിനകത്ത് ഒരു കോൺസെപ്റ്റ് ആണ്, ഇപ്പോൾ 3 മെമ്പേഴ്സ് ഒരു ജോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ. 3 മെമ്പേഴ്സിനകത്ത് 2 എണ്ണം കൊളിനിയർ ആണ്. ആ ജോയിന്റിൽ ഒരു എക്സ്റ്റേണൽ ലോഡോ എക്സ്റ്റേണൽ റിയാക്ഷനോ ഇല്ല. അങ്ങനെയെങ്കിൽ നോൺ കൊളിനിയർ മെമ്പർ എന്തായിരിക്കും? ഒരു സീറോ ഫോഴ്സ് മെമ്പർ ആയിരിക്കും. ഈ കോൺസെപ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. വി വിൽ ബി ഏബിൾ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദിസ് ജോയിന്റ് നൗ. 3 മെമ്പേഴ്സ് ഉണ്ട്, 2 എണ്ണം കൊളിനിയർ ആണ്, എക്സ്റ്റേണൽ ലോഡോ റിയാക്ഷനോ ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ നോൺ കൊളിനിയർ മെമ്പർ ആയിട്ടുള്ള ഈ മെമ്പറിന്റെ ഫോഴ്സ് 0 ആയിരിക്കും. യൂസിങ് ദ സെയിം കോൺസെപ്റ്റ് ഇവിടെ ഈ മെമ്പേഴ്സ് എല്ലാം സീറോ ഫോഴ്സ് മെമ്പേഴ്സ് ആണ്. ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ദ ജോയിന്റ്സ്. ഈ മെമ്പേഴ്സ് എല്ലാം സീറോ ഫോഴ്സ് മെമ്പേഴ്സ് ആണ്. ഈ ജോയിന്റ് 3 മെമ്പേഴ്സ്, 2 കൊളിനിയർ മെമ്പേഴ്സ്, ഒരു നോൺ കൊളിനിയർ മെമ്പർ, എക്സ്റ്റേണൽ ലോഡോ റിയാക്ഷനോ ഒന്നുമില്ല. നോൺ കൊളിനിയർ മെമ്പറിലെ ഫോഴ്സ് 0. യൂസിങ് ദ സെയിം കോൺസെപ്റ്റ് ഈ 2 മെമ്പേഴ്സും സീറോ ഫോഴ്സ് മെമ്പേഴ്സ് ആണ്. ഈ കാണുന്നതും എന്താണ്? ഒരു സീറോ ഫോഴ്സ് മെമ്പർ ആണ്. അങ്ങനെയെങ്കിൽ the total number of zero force members of this truss is equal to 8. That's the answer of this question.